അപ്പോൾ അതാ അങ്ങനെ ഒരു ഓഫ് ഡേ കിട്ടി. എന്നാൽ ഇച്ചിരി എണ്ണയൊക്കെ വെച്ച് കുളിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഹെയർ കട്ടിന് ശേഷം തലയിൽ അങ്ങനെ എണ്ണയൊന്നും വെക്കാറില്ല. ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിച്ച് തല കഴുകിയിട്ട് സിറത്തിന് പകരമായിട്ട് ആൽമണ്ട് ഓയിൽ ചെറുതായിട്ടും തല തേച്ച് വിടത്തുള്ളൂ. ഉറങ്ങുന്നതിന് മുന്നേ തല ചീ കിട്ടുന്ന സമയത്ത് ഞാനൊരു ചെറിയ ഹെഡ് മസാജ് കൊടുക്കാറുണ്ട്. ഇതെനിക്ക് നല്ല ഉറക്കം തരുന്നുണ്ട്, ഹെയർ ഫോളും കുറച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൈപ്പ് വെള്ളത്തിൽ ലൈം സ്കെല്ലിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് മുടി ഭയങ്കര ഫ്രിസി ആകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുടിയിൽ ഒരുതരം വൈറ്റ് പൗഡർ, അത് ഡാൻഡ്രഫ് അല്ല അതിനൊരു വൈറ്റ് പൗഡർ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഹെയർ ഫോളൊക്കെ എനിക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒരു കറക്റ്റ് റൊട്ടീൻ ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്കിന്നിനെ 12 വർഷം ഒരു രീതിയിലും കെയർ ചെയ്തിട്ടില്ല. അതിൻ്റെ എല്ലാ കേടും ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ അറിയാനുണ്ട്. എനിക്ക് നല്ല ഡ്രൈ സ്കിന്നാണ്, പക്ഷേ ഒരു രീതിയിലുള്ള ഓയിലുകളോ ബോഡി ലോഷൻസോ എനിക്ക് എൻ്റെ ദേഹത്തേക്ക് ഇഷ്ടമില്ല. ഒട്ടി പിടിക്കുന്ന എനിക്കിഷ്ടമില്ല. ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വെതർ എന്നെ അതിന് സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ നന്നായിട്ട് സ്കിന്ന് കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് നിർത്തിയത് സോപ്പ് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ അത് മാറ്റിയിട്ട് ഡവിൻ്റെ ഫേസ് വാഷും ഡവിൻ്റെ ബോഡി ലോഷനും യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഫേസിൽ ലോറിയൽ പാരീസിൻ്റെ സിറമാണ് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി നൈറ്റ് ടൈമിലേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. സിറം യൂസ് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ അവിനോടെ ലോഷനും യൂസ് ചെയ്യാറുണ്ട്. ഫേസിനും ബോഡിക്കും ഞാൻ സെയിം ലോഷൻ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഞാൻ എൻ്റെ ഹെയർ കെയറിനെ പറ്റി നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഡിസിപ്ലിൻ സീരീസിൻ്റെ 3ാമത്തെ വീഡിയോ 2 മാസത്തിന് ശേഷം ഞാനിന്ന് റിലീസ് ചെയ്തിരിക്കുന്നു.